നമസ്കാരം. ഉത്തര കന്നഡയിലുള്ള മുരുടേശ്വരത്തെത്തുമ്പോൾ ആദ്യം നിങ്ങളെ വിസ്മയിപ്പിക്കുന്നത് 249 അടി ഉയരമുള്ള രാജഗോപുരമായിരിക്കും. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോപുരമാണിത്. മുരുടേശ്വരത്തെത്തിയാൽ നമുക്ക് തിരിച്ചു പോകാനേ തോന്നില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചങ്ങനെ നടക്കാൻ തോന്നും. 3 പതിറ്റാണ്ട് മുൻപ് ആർ.എൻ. ഷെഡ്ഡി എന്ന ധനികനായ വ്യവസായിയുടെ ശ്രദ്ധ പതിയുന്നതോടെയാണ് മുരുടേശ്വര ക്ഷേത്രത്തിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ചരിത്രത്തിൽ ഒരു പുതുയുഗം പിറക്കുന്നത്. തദ്ദേശവാസിയും ക്ഷേത്രവുമായി മുൻപ് തന്നെ ആത്മബന്ധവുമുണ്ടായിരുന്നയാളും നിർമ്മാണ രംഗത്തെ പ്രമുഖനുമായ ഇദ്ദേഹം ക്ഷയോന്മുഖമായി കൊണ്ടിരുന്ന ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചു. എസ്.കെ. ആചാരി എന്ന ശില്പിയുടെ മേൽനോട്ടത്തിൽ 1977 പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പിന്നീട് പത്മാസനത്തിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ചതുർബാഹുവായ പരമശിവന്റെ കൂറ്റൻ ശില്പവും 20 നിലകളുള്ള രാജഗോപുരവും ഷെഡ്ഡി തന്നെ മുൻകൈയെടുത്ത് പണിയിപ്പിച്ചു. 123 അടി ഉയരമുള്ള ശിവന്റെ ശില്പം ഷിമോഗ സ്വദേശിയായ കാശിനാഥിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ശില്പികൾ കോൺക്രീറ്റിൽ തീർത്തതാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ശില്പികളാണ് രാജഗോപുരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. രാജഗോപുരത്തിൻ്റെ കവാടത്തിൽ 2 ഗജവീരന്മാരുടെ ശില്പങ്ങളുമുണ്ട്. ഈ ശില്പങ്ങൾക്ക് പുറമെ ഗീതോപദേശം, 7 കുതിരകളെ പൂട്ടിയ രഥത്തിലേറിയ സൂര്യഭഗവാൻ തുടങ്ങിയ ശില്പങ്ങളും ഇന്ന് മുരുടേശ്വര ക്ഷേത്ര പരിസരത്തുണ്ട്. രാത്രികാലങ്ങളിൽ രാജഗോപുരത്തിലെ ലൈറ്റ് ഷോ നിങ്ങളെ വിസ്മയിപ്പിക്കും. വിവിധ വർണ്ണങ്ങളിൽ മാറിമറിയുന്ന രാജഗോപുരത്തിൻ്റെ കാഴ്ച അതിമനോഹരമാണ്. എത്ര നേരം വേണമെങ്കിലും നമ്മൾ ഈ കാഴ്ച കണ്ട് മതിമറന്നങ്ങനെ ഇരിക്കും. രാജഗോപുരത്തിൻ്റെ 17ാമത്തെ നിലയിലേക്ക് നമുക്ക് ലിഫ്റ്റിൽ പോകാൻ കഴിയും. രാവിലെ 7 മണി തൊട്ട് സന്ധ്യയ്ക്ക് 7 മണി വരെയാണ് സമയം. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ചാർജ്. രാജഗോപുരത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. രാജഗോപുരത്തിൻ്റെ ഓരോ വശത്തു കൂടിയും നോക്കുമ്പോൾ വ്യത്യസ്തമായ കാഴ്ചാനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. 123 അടി ഉയരമുള്ള ശിവശില്പവും മുരുടേശ്വര ക്ഷേത്രത്തിലെ ഗോപുരങ്ങളുമൊക്കെ വളരെ താഴെയായി കാണാം. അതുപോലെ അറബിക്കടലിൻ്റെ സൗന്ദര്യവും ആവോളം ആസ്വദിക്കാം. 3 വശത്തും കടൽ കാഴ്ചകളും കിഴക്ക് ഭാഗത്ത് പച്ച പുതച്ച മരങ്ങളും മലനിരകളും കെട്ടിടങ്ങളുമൊക്കെ കാണാം. രാജഗോപുരത്തിൻ്റെ 16ാമത്തെയും 17ാമത്തെയും നിലകളിൽ നിന്നാണ് നമുക്ക് ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്നത്. എത്ര കണ്ടാലും മതി വരില്ല ഈ കാഴ്ചകൾ. ഒരുപാട് സമയം നമുക്കിവിടെ ചിലവഴിക്കാൻ തോന്നും. പക്ഷേ തിരക്ക് കാരണം അധിക സമയം നമുക്കിവിടെ അനുവദിക്കുന്നതല്ല. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ രാത്രി 8:15 വരെയുമാണ് മുരുടേശ്വര ക്ഷേത്രത്തിലെ ദർശന സമയം. മുരുടേശ്വരനെ കണ്ട് വണങ്ങിയ ശേഷം നമ്മൾ നേരെ പോകുന്നത് ശിവശില്പത്തിനടുത്തേക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ശിവശില്പമാണ് മുരുടേശ്വരത്തേത്. പുറത്തുനിന്ന് ഉള്ള അത്ഭുതപ്പെടുത്തൽ മാത്രമല്ല, ശിവശില്പത്തിൻ്റെ ഉള്ളിൽ കയറിയാലും നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അതുപോലെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് ശിവശില്പത്തിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. 123 അടി ഉയരമുള്ള ശിവശില്പത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ പണം നൽകേണ്ടതുണ്ട്. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. ശിവശില്പത്തിന് മുന്നിലായി നന്ദിപീഠവും കാണാം. ശിവശില്പത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മുരുടേശ്വര ക്ഷേത്ര ചരിത്രം മുഴുവനായി ശില്പരൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ക്ഷേത്രത്തിൻ്റെ കഥ അറിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ആസ്വാദ്യകരമാവും അത്. ഞാനിവിടെ കുറച്ച് ദൃശ്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും നേരിട്ട് പോകുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുക. മുരുടേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ത്രേതായുഗത്തിൽ നിന്നു തന്നെ തുടങ്ങുന്നു. ലങ്കേശ്വരനായ രാവണനുമായി ആണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. മുരുടേശ്വര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവും അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. മൂകാംബിക ദർശന ശേഷം എത്തിച്ചേരാൻ പറ്റിയ ഏറ്റവും അടുത്ത ക്ഷേത്രമാണ് മുരുടേശ്വര ക്ഷേത്രം. നിങ്ങൾ ബസ്സിനാണ് വരുന്നതെങ്കിൽ മൂകാംബികയിൽ നിന്നും നേരിട്ട് ബസ് സർവീസ് ഇങ്ങോട്ടേക്കില്ല. അതുകൊണ്ട് ബൈന്ദൂർ വന്ന ശേഷം ഇങ്ങോട്ടേക്ക് ബസ്സിന് വരിക. ഇവിടുത്തെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ മുരുടേശ്വര റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ എല്ലാ ട്രെയിനും ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാകില്ല.
അതുകൊണ്ട് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ സാധിക്കും. അതുപോലെ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ നല്ല തിരക്കനുഭവപ്പെടും. റൂം വേണ്ടവർ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരാവുന്നതാണ്. ഞങ്ങൾ ഇവിടെ വന്ന ശേഷമാണ് റൂം എടുത്തത്. 2000 രൂപയ്ക്ക് നല്ല AC റൂം കിട്ടി. ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചയ്ക്കുമാണ് അന്നപ്രസാദമുള്ളത്. രാവിലത്തെ വെറൈറ്റി ഫുഡാണ്. ഉപ്പുമാവ്, മധുരമുള്ള ഒരു അവില്, അതുപോലെ പാല് പോലത്തെ ഒരു സംഭവം, അങ്ങനെയൊക്കെയാണ് കിട്ടിയത്. ഇവിടെ കഴിച്ചിട്ടുള്ളവർക്കറിയാം. നിങ്ങൾ ഏതായാലും നേരിട്ട് വരുമ്പോൾ അത് ആസ്വദിക്കുക. പിന്നെ ഉച്ചയ്ക്കുള്ള ചോറാണോ എന്നറിയില്ല, ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ക്ഷേത്രങ്ങളുടെ ഐതിഹ്യവും തെയ്യങ്ങളുടെ കാഴ്ചകളുമൊക്കെ കാണാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ബായ്.